2019 കേട്ടോ ഞാൻ ആമ്പല്ലൂർ ത്യാഗരാജർ പോളിൽ നിന്ന് പഠിച്ചിറങ്ങണ. അല്ല പഠിച്ചില്ല, അവിടെ നിന്ന് ഇറങ്ങി. ഒരു പക്ഷെ ഫൈനൽ എക്സാം കഴിഞ്ഞായിട്ട് മുമ്പ് ജോലിക്ക് കയറി ഒരാൾ ഞാനായിരിക്കും കേട്ടാ. ഡിഗ്രിക്ക് പോകാൻ താല്പര്യം ഇല്ലാണ്ടല്ല കേട്ടാ, വീട്ടിലത്തെ ഒരു സാഹചര്യം പിന്നെ എക്സ്ട്രാ ഒരാൾ കൂടെ നോക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ജോലിക്ക് പോയി തുടങ്ങി. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടും ഏകദേശം ഒരു 25ഓളം ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടാ. MRF മാത്രം ജോലി കിട്ടാണ്ടിരുന്നത്. CNCയുടെ ഫുൾ ഫോം പോലും അറിയാത്ത സമയത്താണ് തൃശ്ശൂർ ആ ജോലി കിട്ടണ. നമുക്ക് പൈസ മാത്രമുള്ള വലുതെന്ന്. തൃശ്ശൂർ ഒരു 1.5 കൊല്ലം വർക്ക് ചെയ്തു കേട്ടാ. അവിടെ നിന്ന് നേരെ കോയമ്പത്തൂർ ശക്തി കമ്പനിക്ക്. അവിടെ മാസ് പ്രൊഡക്ഷൻ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് CNCനെ പറ്റി കൂടുതൽ കാര്യമൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഞാൻ എൻ്റെ ആശാനായ മഹേഷനെ പരിചയപ്പെടുന്നത്. ആളെനിക്ക് CNCയുടെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്ന് പറഞ്ഞു തന്നു കേട്ടാ. കോയമ്പത്തൂർ ജോലി സീനായിരുന്നു കേട്ടോ. ഒരു 10-12 കിലോ പീസ് കൈകൊണ്ട് എടുത്ത് മെഷീനിലേക്ക് കയറണ്ടാ. 300 പീസ് ടാർജറ്റ്, 12 അവർ ഷിഫ്റ്റ്, അങ്ങനെയായിരുന്നു വർക്ക്. പൈസക്ക് അത്യാവശ്യമുള്ളതുകൊണ്ട് തന്നെ 38 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. അവിടുത്തെ ഒരു വർഷത്തെ അംഗംപെട്ട് കഴിഞ്ഞ് നേരെ ബാംഗ്ലൂർക്ക്. ആ ജോലി സൂപ്പറായിരുന്നു, പാരങ്ങളുടെ സൂപ്പർവൈസറായിട്ട്. നല്ല ജോലി, നല്ല ശമ്പളം, ഒരുപാട് നല്ല ബന്ധങ്ങൾ. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. നാട്ടിൽ വന്ന് അവിടെ നിന്ന് കിട്ടിയ PF പൈസ കൊണ്ട് പൊറോട്ട സ്പോട്ട് എന്ന് പറഞ്ഞ എൻ്റെ കട തുടങ്ങി. അച്ഛനമ്മയ്ക്ക് നോക്കാൻ കൊടുത്തിട്ട് പോവാന്നാണ് വിചാരിച്ചത്. പക്ഷെ അപ്പോഴും ഫുള്ള് കോമ്പറ്റീഷൻ വന്നു തുടങ്ങി. പിന്നെ അവരെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ വീട്ടിലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ അവിടെ നിൽക്കേണ്ട വന്നു. ബിസിനസ് ചെയ്യണതിൽ വീട്ടുകാർക്ക് ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് പുറത്തേക്ക് പോകാൻ. കുറെ കൊല്ലങ്ങളായിട്ട് ഞാൻ വീട്ടുകാർ പറയുന്നൊന്നും കേൾക്കാറില്ല കേട്ടാ. പക്ഷെ എന്തോ ഈ ഒരു കാര്യം മാത്രം കൂടെ അനുസരിച്ചു. 50,000 രൂപ എടുത്തിട്ട് പോളണ്ടിലേക്കുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്തിട്ടുണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാട്ടാ. അപ്പൊ ശരി, ബൈ.